Assalamu alaikum. It's me Ramesh and Finu from Couple Talk. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, പിന്നെ ഒരു സവാള. ചിക്കൻ മാരിനേറ്റ് ചെയ്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല, അത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ പീസസ് ആയി എടുത്ത ചിക്കനിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, ഉപ്പ്, സോയാ സോസ്, കോൺഫ്ലോർ എല്ലാം കൂടി മിക്സ് ചെയ്യുക. അത് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ബീൻസ് ഇട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ബീൻസ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരുന്ന ടൈം ആകുമ്പോഴേക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് അതുപോലെ തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ലാസ്റ്റ് ഇടുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ ഇട്ടത് നന്നായിട്ട് വാടിപ്പോവും, അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരണം. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുക്ക് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടില്ല. ഇത് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ട് പിന്നെ മക്രോണി ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മൾ നന്നായിട്ട് ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇത് ഉടഞ്ഞു പോവും, അപ്പോൾ ഇതാകെ കുളമായി പോവും. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്ത് നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിന് മേലെ കൂടെ ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് ആകെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ കുരുമുളക് പൊടിയും സോസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.